ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി രീതിയിലാണ് ഈ കൊഞ്ച് കറി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ലൊരു നാടൻ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു കറി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ 1/2 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഇനി നമുക്ക് കുറച്ച് വാളൻ പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കാം. ചൂട് വെള്ളത്തിലാണ് ഈ വാളൻ പുളി ഞാൻ കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കുക. നമുക്കിതിൻ്റെ മസാലകൾ തയ്യാറാക്കണമല്ലോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ചിരുകിയതും ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവനെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു 10 മിനിറ്റോളം സമയം നമുക്ക് ടൈം എടുക്കും ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട്. നല്ല രീതിയിൽ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതേപോലെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്ത മുളക് നോക്കിയിട്ട്. അത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് മസാല തയ്യാറാക്കി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമുക്കിത് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഒരു മൺചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ചും കൂടെ ചെറിയ ഉള്ളി ഒരു 15-20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി പച്ചമുളകും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായ കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളൻപുളിയാണ്. നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ആദ്യം നമ്മൾ മസാലയൊന്നും ഇല്ലാതെ ഈ പുളിവെള്ളത്തിലിട്ടാണ് ആദ്യം വേവിക്കുന്നത്. ഇതൊരു 3-4 മിനിറ്റ് സമയം വെന്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നതായ മസാല കൂട്ടിട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് വെള്ളവും അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഉപ്പ് ഇട്ടതിൽ കുറച്ച് കുറവായിരുന്നു. വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പലർക്കും ഒരു ഡൗട്ടുണ്ട്, ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ലയോ. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കാതെ നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയും കുരുമുളകും തേങ്ങയൊക്കെ ഇട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.